അപ്പോൾ ഗൈസ്, അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരു വീഡിയോ. വേറെ ഒന്നുമില്ല, വെറുതെ ഒന്ന് പാലോട് പോകുന്നു, അവിടെ സൽമാൻ്റെ അടുത്ത് വരെ ഒന്ന് പോകുന്നു. അപ്പം ഞാനുണ്ട്, ആഷിഖണ്ണുണ്ട്. ഹെൽമെറ്റ് എടുത്തോ. അപ്പോൾ ആഷിഖണ്ണൻ്റെ കൂടെയാണ് പോകുന്നത്. എന്തിനു പോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ പോയിട്ട് അറിയാം, അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ബസ്സിൽ വന്നു. അത് എത്ര 2-3 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ബസ്സിൽ വന്നത്. അതിൻ്റെ കുറച്ച് പോരാറുണ്ട്. ആഷിഖണ്ണുണ്ട്. എങ്ങനെയുണ്ട് ബസ്സിൻ്റെ എക്സ്പീരിയൻസ്? സൂപ്പർ, വെരി ഗുഡ്. ഒഴിഞ്ഞ ബസ് പോയപ്പോൾ അതിൽ കയറാൻ വയ്യ, തിരക്കുള്ള ബസ്സിൽ കയറി. ഇനി സൽമാൻ വരാമെന്ന് പറഞ്ഞു. അവൻ ഏത് ഉദാമി കൂടെ വരുമെന്ന് നമ്മൾ നോക്കാം. ഒന്നെങ്കിൽ ഈ വഴി അല്ലെങ്കിൽ ഈ വഴി. ഏതെങ്കിലും വേട്ടാവളി എന്തോ ബൈക്കും കൊണ്ട് വരണം ഗൈസ്. സൽമാൻ ഞാൻ വണ്ടി ഓടിക്കും അവിടെ. നമ്മള് 3 പേരും കൂടെ. അപ്പൊ നീ പോ. സൽമാൻ നമുക്ക് ചായ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞേക്കാണ്. അങ്ങനെ സൽമാൻ ട്രിപ്പിൾസ് അല്ല, നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. സൽമാൻ നമുക്ക് ചായ വെച്ചത്. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം പാലോടെത്തി. സൽമാൻ്റെ ഒക്കെ ഓരോ ചായകളും. സൽമാൻ ഇവിടെ തന്നെ ഉണ്ട്, കാണാൻ പറ്റുന്നില്ല. സൽമാനെ, ഇപ്പം എന്താണ് പരിപാടികൾ? നിന്നെ കുറേ നാളായല്ലോ കണ്ടിട്ട്. എന്തൊരു പരിപാടി? എറണാകുളത്താണ് സുഖജീവിതം. എന്തായാലും ഫ്രീക്കാണ് ഫ്രീക്കാ. സൽമാൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. സൽമാൻ, എവിടെയാണ് നിന്നെ കാണാനില്ലല്ലോ? നീ കുറേ മന്തിക്കടയിലൊക്കെ കയറിയിരിക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയ? ഇതാണ് സൽമാൻ്റെ മയിൽവാഹനം. നീ എന്താ പുതിയ ബൈക്ക് എടുത്തിട്ട് ചെലവെല്ലാം നടത്താത്ത? അഷിഖനെ പോണ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോണ? നമുക്ക് ബുള്ളറ്റുകളുണ്ട്. ബുള്ളറ്റ് നേരത്തെ സൽമാനെ നമ്പർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, പോലീസിന് കൊടുക്കുക. ഗൈസ്, ഇനി നേരെ നമ്മൾ സൽമാൻ്റെ വീട്ടിലോട്ട് പോകണം. സൗണ്ട് എല്ലാം കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഗൈസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ സിറ്റി വെളിയിറക്കിയ. അപ്പം കുറേ നാൾ എടുക്കും. എത്ര നാളാണ് എടുത്തിട്ട്? കുറച്ച് മാസങ്ങളായി. ബാറ്ററി റോട്ടി ഇറക്കിയിട്ട് വർഷങ്ങളായി. ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തള്ളിയെടുക്കണം. അപ്പോൾ ആഷിഖണ്ണെ വണ്ടി തള്ളേന് ഞാൻ കഴിക്കണ്ടല്ലോ. ഓണായടാ? ഇല്ല, 5-6 മാസമായിക്കാണ് ഈ വണ്ടി എടുത്തിട്ട് തന്നെ. അങ്ങനെ ബാറ്ററി ഡൗൺ ആയിരുന്നു. അങ്ങനെ ബാറ്ററി നമ്മൾ പാലോട് നമ്മൾ വർഷാപ്പിൽ പോയി എടുത്ത് പിന്നെ തന്നെ ബാറ്ററി എടുത്തുകൊണ്ടൊന്ന് ബാറ്ററി വെച്ച് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. പിന്നെ അല്ല അകത്ത് ലൈറ്റ് ഇട്. എന്തിനാണ് അപ്പം ഇവിടെ നിന്ന് ഇനി നേരെ നമ്മൾ അങ്ങ് പോവാം. ഇല്ല അപ്പം ഇനി നേരെ സൽമാൻ്റെ വീട്ടിലോട്ട് പോയി വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. അതാണ് പരിപാടി. ഞാൻ ഇതിൽ കയറാം, നിങ്ങൾ അത് വണ്ടി കയറുക. അപ്പം നേരെ സൽമാൻ്റെ വീട്ടിൽ വന്നിരിക്കണം. അപ്പം
അവിടെ നിന്ന് വണ്ടി കഴുകണം, കുറച്ച് പൊടിയുണ്ട്, പിന്നെ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം മഹ അവിടെ നിൽപ്പുണ്ട്, കാണാൻ വന്നു, തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ നിൽപ്പുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആശിക്കണം ജോലി ചെയ്യണ കാണുന്നതിന്. സൽമാനെ കുറേ നാളായി ജോലി ചെയ്യണ കണ്ടിട്ട്. സൽമാൻ വെള്ളം അടിച്ചു കൊടുക്കുന്നു, ആശിക്കണം അതാ കഴിവലോടെ കഴിവല്. എന്താ സിറ്റി പോലും ആശിക്കണം ഇതേപോലെ കഴുകി തന്നിട്ടില്ല. അന്ന് നമ്മൾ ഓട്ടോ ഷോയ്ക്ക് പോയപ്പം പോലും എൻ്റെ വണ്ടിയിൽ ഇതുപോലും പൊടി പോലും തുടച്ചേരാത്ത ആളാണ്. നാളെ എൻ്റെ വണ്ടി കൊണ്ടിട്ടുതരാം, മൊത്തം കഴുകി ക്ലീൻ ആക്കിയിരുന്നു. അത് കലേഷൻ്റെ അവിടെ എനിക്കും പോയാലും കിട്ടും അത്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ എല്ലാവരും സൽമാനും നമ്മളിവിടെ വരുന്നുണ്ട്. അപ്പം ആശുപത്രി നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റിയിരിക്കുകയാണ്, പാലോട് പമ്പിൽ കയറ്റി. അപ്പോൾ എല്ലാം സെറ്റാണ്. ഇനി എയറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. 410. അപ്പോൾ എയറും കൂടെ അടിച്ചാൽ ഗായ്സ്, അങ്ങനെ പരിചയമുള്ള 2 പേര് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം നമ്മളെ മെക്കാനിക്കാണ്. ഇത് നമ്മളെ ജിമ്മിലെ മെയിൻ കിടിലാണ്. പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് ചിലവൊന്നും നടത്തിയില്ല, വിഷമമുണ്ട് ഉള്ളിൽ. എന്നാ ചിലവ് വരും? നിങ്ങളെടുത്തതാ? പക്ഷേ വേണ്ട നമ്മളെ ചുമ്മാ കളിക്കുക. പിന്നെ പോട്ടാണോ? ഓ, അപ്പം ബൈ ബൈ. ചാനലിൽ ഞാൻ ലിങ്ക് എടുത്ത് വെച്ച് തരാം. ഓക്കെ, ടാറ്റാ. യൂട്യൂബിൽ വന്നോളൂ. ഓക്കെ, ടാറ്റാടാ. സോ ഒരുത്ത നമ്പർ പ്ലേറ്റ് വെക്കാൻ പോവുകയാണ്, അവൻ നമ്മൾ ചേസ് ചെയ്യാണ്. അപ്പം ഗായ്സ്, ഒന്ന് ടയർ വയ്ക്കാൻ വന്നേന്. അപ്പം ഇനി എയറൊന്ന് ചെക്ക് ചെയ്യണം. ഏതായാലും വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകാനുണ്ട്, കൊണ്ടുപോയിട്ടൊന്ന് കഴുകണം. കുറച്ച് ചെറിയ ഞുണുക്ക് പറ്റിയാവും. കാരണം ഇപ്പം ഇവൻ ജോലിക്ക് പോയതിനു ശേഷം ഈ വണ്ടി ആരും എടുക്കാനില്ലായിരുന്നു. അപ്പം കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ 4 ടയറും എയറും അടിച്ചു. സ്റ്റെപ്പിനി ടയറാണ് കിടന്നത്, അത് മാറി അവൻ്റെ സാധാ ടയറും എടുത്തിട്ട് സ്റ്റെപ്പിനി നമ്മളെടുത്ത് സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നേരെ എന്നെ കൊണ്ടാക്കും, പിന്നെ ആശികൻ പോകും, പിന്നെ ആശികൻ ജിമ്മിൽ പോകണം, കുറച്ച് പരിപാടിയുണ്ട്. സൽമാൻ നമ്മളോട് വരുന്നുണ്ട്. ആട്ടയിൽ ഇറങ്ങിയിട്ട് അവനും ഇറങ്ങും. അവൻ തിരിച്ച് വീട്ടിൽ ബസ്സിൽ വരുമെന്നാണ് പറഞ്ഞത്. മിക്കവാറും ഞാൻ കൊണ്ടാക്കേണ്ടി വരും, നോക്കാം. അപ്പോഴേ നോക്കണ പോലെ നോക്കാം. വാടാ റിവേഴ്സോ. അപ്പം നേരെ ഇനി വീട്ടിൽ പോകുന്നു. ഞാൻ വീട്ടിൽ പോകുന്നു. ആശിഖനെ നേരെ പോയി ജിമ്മിൽ പോകുന്നു. സൽമാൻ എവിടേക്ക് പോകുന്നു ഒരു പിടുത്തം ഇല്ല. സൽമാൻ ഇന്നും കൂടെ ലീവുള്ളൂ. നാളെ എറണാകുളത്ത് പുതിയ വീഡിയോസ് ഉടനെ വരുന്നതാണ് 2ന്റെ. അപ്പം ഇതോടെ അപ്പം ഇവിടെ വെച്ച് വീഡിയോ മിക്കവാറും സ്റ്റോപ്പം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, നീ വീട്ടിൽ പോകണം. എനിക്ക് പിന്നെ നച്ചുവിൻ്റെ അങ്ങോട്ടും കൂടെ പോകണമായിരുന്നു. നച്ചു വേറെ. അപ്പം അങ്ങോട്ടും കൂടെ പോയ ഉടനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ഉടനെ ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.
ഇത് തന്നെ ഇപ്പോൾ 3 മാസത്തിൽ കൂടുതലായി. ഞാൻ ഷോർട്സുകൾ ഇടുന്നുണ്ട്, എല്ലാവരും അതും കാണും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ